കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയെ അവൻ തള്ളിക്കളയും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒന്ന്, നീതിമാനെ ദൈവം പട്ടിണി കിടത്തുകയില്ല. രണ്ട്, ദുഷ്ടന്മാരുടെ കൊതിയെ അവൻ തള്ളിക്കളയുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ കൊതി വരുന്ന ആർക്കെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ കൊതി ഉള്ളത് ദുഷ്ടന്മാർക്കാണ്. ഒരിക്കലും നീതിമാന്മാർക്ക് കൊതിയില്ല, ഒന്നിനോടും കൊതി കാണത്തില്ല. സ്തോത്രം. ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് അല്ലെങ്കിൽ നീതിമാന്മാരെന്ന് വേദപുസ്തകം പറയുന്നവർക്ക് കൊതിയുള്ള ഒരേ ഒരു കാര്യം, ഒന്ന് നിത്യതയും ദൈവത്തിൻ്റെ വചനം, ദൈവത്തോടുള്ള വാസം. ഇതാണ് അവരുടെ കൊതിയും അവരുടെ ആഗ്രഹവും അതായിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, യഹോവയുടെ മനോഹരത്വം കാൺമാനും. അതാണ് അവൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നില്ല, ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കേണ്ടതിന് തന്നെ, അല്ലെങ്കിൽ ദീർഘകാലം ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊതി, അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, പകരം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും അവരുടെ ആഗ്രഹം ഇല്ലെങ്കിൽ കൊതി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഈ ഭൗതികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങളിൽ ദൈവം ശ്രദ്ധിക്കത്തില്ലേ? നിശ്ചയമായിട്ടും ബൈബിൾ അതാ പറയുന്നത്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുവചനത്തിൽ പറയുകയാണ്. അപ്പം എൻ്റെ അർത്ഥം എന്നതാണ്, സ്തോത്രമല്ലേ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ സ്തോത്രം, ദുഷ്ടന്മാർക്കുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അവരുടെ കൊതി എന്ന് പറയുന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട്, ഈ ലോകത്തിൽ എന്ത് നമുക്ക് ആശ്വാസത്തിന് ഇല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഈ ലോകത്തിൽ എന്തുണ്ട് അത് തേടി നടക്കുന്ന, അതിൻ്റെ പിറകെ യാത്ര ചെയ്യുന്നവരെയാണ് അത് സ്തോത്രം നമുക്ക് ഈ ലോകത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അത് കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് ആഴത്തിൽ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിലേക്കും ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ തിന്നിയും കുടിയന്മാരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആഹാരം മാത്രമാണ് വിഷയം, ആഹാരം കഴിക്കുക അത് മാത്രമാണ് ആശ്രയം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ആത്മീക സമൂഹത്തിനകത്ത് പോലെ പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, ദൈവിക ബന്ധം വേണ്ട, അല്ല സ്തോത്ര ഉപവാസം വേണ്ട, അല്ല ചർച്ച വേണ്ട, സ്തോത്ര കൂട്ടായ്മകൾ വേണ്ട, കാത്തിരിപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭൗതികമായ ആഹാരം കഴിക്കുക, കറങ്ങി നടക്കുക എന്നുള്ള തലങ്ങളിലേക്ക്, ചിന്തകളിലേക്ക്, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ആഹാരവും അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇന്ന് പലരുടെ ജീവിതത്തിൽ അത് ദൈവത്തെക്കാൾ കവിഞ്ഞൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി. നീതിമാനെ ദൈവം പട്ടിണി കിടത്തുക. നീ നീതിമാനാണെങ്കിൽ നിന്നെ പട്ടിണിക്കിടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നടത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. നീ നീതിയോടെ ദൈവസന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കരുതൽ നടപടി നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുള്ളതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവിൻ്റെ ഈ വചനത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ ഇടവരുത്തണം. നീതിമാന്മാരെ പട്ടിണി കിടത്തുന്ന ദൈവമല്ലല്ലോ കർത്താവ്. അവിടുത്തെ ശക്തിയാലും അവിടുത്തെ കൃപയാലും അവിടുത്തെ കരുണയാലും ദൈവം ഞങ്ങളെ നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.